പൗരത്വ വിഷയം വന്നു. പൗരത്വ വിഷയം വന്നപ്പം ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയിലെ ഒരു മുസ്ലിം പൗരനെ ഇവിടെ നിന്ന് പുറത്താക്കില്ല. ഇത് ഞാൻ പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയതാണ്. പിന്നെ ഞാൻ എന്തിനാണ് BJP എതിർക്കുന്നത്? വ്യക്തമായില്ല. അൾട്ടിമേറ്റ്ലി വേടൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് രോഹിത്തിന് മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടൻ്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയമോ? അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. വിശ്വാസം അതല്ലേ എല്ലാം. ഇതിന് ഒരിക്കലും നന്മയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ദയനീയത വിറ്റുകാശാക്കുക, ദളിതൻ്റെ അവസ്ഥ വിറ്റുകാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിൽ, ഏത് പോയിന്റിൽ, ഏത് അവസ്ഥയിൽ സംസാരിച്ചെന്നായി പറയുന്നത്? അസൂയാണ് പോലും തിണ്ടി. ആർക്കായാലുണ്ടാവും അസൂയ. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒരിക്കലെങ്കിലും കേരളം പോലൊരു രാജ്യത്ത്, കേരളം പോലൊരു സ്ഥലത്ത് അവന് ഒരു ജാതി ഡിസ്ക്രിമിനേഷൻ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി മാറും. എന്തു പ്രശ്നം? അവൻ പട്ടിയെ എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. വേടനങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണില്ലമ്മ എന്ന് കലാപം മണിച്ചേട്ടൻ എഴുതി വെച്ചത് അയാളെ സ്വന്തം അവസ്ഥയാണ്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാ, ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ എഴുതിയത്. എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. പ്രിയപ്പെട്ട ശ്രീ കലാഭവൻ മണിക്ക് വേണ്ടി 200-ലധികം നാടൻ പാട്ട് എഴുതിയ ശ്രീ അറുമുഖൻ വെങ്കിടങ്ങാണ് ഇന്ന് നമ്മുടെ അതിഥി. സത്യം പറഞ്ഞാൽ നാടൻ പാട്ടല്ലായിരുന്നു അതിൻ്റെ വിഷയം. ഞാനൊരു ദളിത് വീക്ഷണമുള്ള ഒരാളാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കൊച്ചാക്കല്ലേ കൊച്ചാക്കി കൊച്ചാക്കിതേ ഇവിടെ നിൽക്കണേ. എന്നാ കൊച്ചു ചെല്ല്.